നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ ഗോൾഡ് ബ്ലീച്ച് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് സഹായിക്കും. അത് മാത്രമല്ല കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ കെയർ ഇഷ്ടമാവുന്നുണ്ടോ, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ, നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്കത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നാച്ചുറൽ ഗോൾഡ് ബ്ലീച്ച് ആണ് കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. നമ്മുടെ ചാനലിന്റെ സ്റ്റാർട്ടിങ് ഞാൻ ഈ ഒരു പാക്കോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും ഈ ഒരു ഗോൾഡ് ബ്ലീച്ച് എൻ്റെ ഫേസിൽ ചെയ്ത് കൊടുക്കലുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കാരണം നല്ല റിസൾട്ട് ആണ്. അല്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യൂലല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ആകുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു തവണ അങ്ങനെയൊക്കെ വെച്ച് ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യത്യാസം നമ്മുടെ ഫേസിൽ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ ഇച്ചിരി മടിയൊക്കെ ആയതുകൊണ്ട് മാസത്തിൽ ഒരു 2 തവണ അങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു ഗോൾഡ് ബ്ലീച്ച് ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ ബ്ലീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബ്ലീച്ച് നന്നായിട്ട് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ച് ചെയ്ത് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഈ ഒരു ബ്ലീച്ച് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഫേസിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ, പിന്നെ കറുത്ത പാടുകൾ ഒറ്റ യൂസിൽ പോകുന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറുത്ത പാടുകളൊക്കെ ഫെയ്ഡ് ആയിട്ട് പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റൂട്ടോ. പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഗോൾഡ് ബ്ലീച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്ലീച്ച് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് മാമാർത്ത് അയച്ചു തന്നിട്ടുള്ള 2 പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാനുണ്ട്. മാമാർത്ത് ഇപ്രാവശ്യം നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറും ആണ് കേട്ടോ അയച്ചു തന്നിട്ടുള്ളത്. മാമാർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാമ്പൂ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ മാമാർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ കണ്ടീഷണർ ആണ് കേട്ടോ. പിന്നെ മാമാർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാമ്പൂവും കണ്ടീഷണറും കൂടാതെ തന്നെ റോസ്മേരിയുടെ ഹെയർ ഓയിലും ഉണ്ട് കേട്ടോ അവരത് തന്നെ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ട് ഒരു കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഷാമ്പൂ ഉപയോഗിച്ചുള്ള ഡ്രൈനസ് ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ എന്തായാലും അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് മാമാർത്തിന്റെ ഒനിയൻ ഷാമ്പൂ ആണ് കേട്ടോ. ഒനിയൻ ഷാമ്പൂ എനിക്ക് ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒനിയൻ ഷാമ്പൂ തന്നെയാണ്, നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ലതാണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാമാർത്തിന്റെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമുക്ക് ഏതാണെങ്കിലും നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നമുക്ക് അവരെ അറിയിക്കാം. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിനകത്ത് മാറ്റം വരുത്തുന്നതാണ് കേട്ടോ പറഞ്ഞിട്ട്. നമ്മൾ ഒനിയൻ ഷാമ്പൂ ഒക്കെ അങ്ങനെ അവർ നമ്മുടെ ഇൻപുട്ടൊക്കെ കേട്ടിട്ടാണ് അത് അതിനകത്ത് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുള്ളതെന്നാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ആ ഒരു ഒനിയൻ ഷാമ്പൂവിൻ്റെ ആ ഒരു ഇത് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഷാമ്പൂവിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് മാമാർത്തിന്റെ റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാമ്പൂ ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് റോസ്മേരി ആൻഡ് മേത്തി ദാനയാണ് കേട്ടോ. പിന്നെ അവരിതിനകത്ത് കൊടുത്തിട്ടുണ്ട് റെഡ്യൂസ് ഹെയർ ലോസ് ആൻഡ് ബ്രേക്കേജ് എന്ന് അവരിതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഷാമ്പൂ ആണ്. പിന്നെ വേറെ ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് അവർ ബോട്ടിലിന്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് കണ്ടീഷണർ. കണ്ടീഷണർ ഇതിന്റെ സെയിം കണ്ടീഷണർ ആണ് കേട്ടോ. അപ്പോൾ കണ്ടീഷണർ നമ്മൾ അങ്ങനെ എന്താ പറയുക ഷാമ്പൂവിന്റെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇത് റോസ്മേരി ആന്റി ഹെയർ ഫോൾ കണ്ടീഷണർ ആണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് റോസ്മേരി ആൻഡ് മേത്തി ദാന തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് റെഡ്യൂസ് ഹെയർ ലോസ് ആൻഡ് ബ്രേക്കേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കണ്ടീഷണർ ആണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയില്ല, നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നമ്മൾ വായിച്ച് നോക്കിയിട്ട് മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ. നമ്മൾ അത് ഹെയറിന് സ്യൂട്ട് ആവുമോ എന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ബോട്ടിലിന്റെ ബാക്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഷാമ്പൂ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് നമുക്ക് എത്രമാത്രം എമൗണ്ട് ഷാമ്പൂ ആവശ്യമുണ്ടോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയിലെ വെള്ളം നന്നായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞ് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് കണ്ടീഷണർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മുടിക്ക് എത്രമാത്രം കണ്ടീഷണർ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ കണ്ടീഷണർ എടുക്കുക. എന്നിട്ട് മുടിയുടെ മിഡ് ലെങ്ത് മുതൽ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ. ഒരിക്കലും കണ്ടീഷണർ നമ്മൾ സ്കാൽപ്പിൽ ഉപയോഗിക്കാറില്ല, മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നന്നായിട്ട് മുടിയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് കണ്ടീഷണർ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണം. കണ്ടീഷണർ അങ്ങനെ തന്നെ നമ്മൾ മുടിയിൽ വെക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടീഷണർ കൂടി കഴുകി കളയാം.
അപ്പോൾ മാമാർത്തിൻ്റെ ഈ റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പൂ കണ്ടീഷണറും എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയില്ല, ഞാൻ കൂടുതലായിട്ട് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത്. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, അത് മാത്രമല്ല കൂടുതലും നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ് കേട്ടോ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാമാർത്തിൻ്റെ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ മാമാർത്തിൻ്റെ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നാണ് നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് കേട്ടോ, അജി 2024 എന്നാണ്. അതും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 20% ഓഫ് ഉണ്ട്. പിന്നെ മാമാർത്ത് ലോഞ്ച് ചെയ്തിൽ അവർ ആപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എയർലി ആക്സസും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഇത് കൂടാതെ ആമസോൺ, നൈക്ക, പർപ്പിൾ, ഫ്ലിപ്കാർട്ട് ഇവിടെയൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷാമ്പൂവും കണ്ടീഷണറും വാങ്ങിക്കാനുള്ള പിന്നെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കി അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി വേഗം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ നാച്ചുറൽ ഗോൾഡ് ബ്ലീച്ചിനുള്ള പാക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ വേഗം പോയിട്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ. ഞാനിത് ഒരു 3 സ്പൂൺ അളവിൽ ഇവിടെ കടലപ്പൊടി എടുക്കുന്നുണ്ട്. കടലപ്പൊടിയാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി ഇല്ലാന്നാണെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടിയില്ലേ, ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വാളംപുളിയുടെ പൾപ്പാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്കൊരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വാളംപുളിയുടെ പൾപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് പുളിയുടെ പൾപ്പ് എടുക്കുന്ന എല്ലാവർക്കും അറിയാലോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമായിട്ട് ലൂസായി പോരുത്, കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 സ്പൂൺ എടുത്തിട്ടുള്ളത്. വലിയ സ്പൂൺ ആണെങ്കിൽ 2 സ്പൂൺ അളവിൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെറുനാരങ്ങയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരെണ്ണം മൊത്തമായിട്ട് വേണ്ട, ഒരു പകുതി കഷ്ണത്തിന്റെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് തക്കാളിയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പകുതി കഷ്ണം തക്കാളി എടുത്തിട്ട് അതിന്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തക്കാളി നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ജ്യൂസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തൈരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മുടെ എല്ലാ പാക്കിലും ഞാൻ തൈരാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ സ്കിന്നിന് തൈര് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തൈര് എന്തെങ്കിലും പറ്റായിക ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ പാക്കിൽ തൈര് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ഏറ്റവും നല്ലത്. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ എത്രമാത്രം തൈര് വേണോ അതിനനുസരിച്ച് ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ നാച്ചുറൽ ഗോൾഡ് ബ്ലീച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഗോൾഡ് ബ്ലീച്ച് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫേസിലേക്ക് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് നെക്കിലേക്ക് ഉപയോഗിക്കാം. ഇപ്പൊ കഴുത്തിന് ചുറ്റുമൊക്കെ കറുപ്പ് നിറം വല്ലാതെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിന് ചുറ്റും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ കാണിച്ചു തരാം ഇന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. കഴുത്തിന് ചുറ്റും മാത്രമല്ല, നമ്മുടെ കൈമുട്ടിൽ കറുപ്പുണ്ടെങ്കിൽ കക്ഷത്തിലൊക്കെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഫേസിലേക്ക് നിങ്ങളിത് തേക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പം നമ്മുടെ ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ചെയ്തതാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. ചലഞ്ച് ഫോളോ ചെയ്യാത്തവരാണ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ബ്ലീച്ച് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഈ പാക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഫി സ്ക്രബ് ഉണ്ടല്ലോ, കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ചേർത്തല്ലോ, സിമ്പിൾ ആയിട്ടുള്ള സ്ക്രബാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഞാൻ സ്ക്രബ് ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്യാതെയാണ് പാക്ക് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഫേസിൽ ആദ്യം തേക്കാം, എന്നിട്ട് നമുക്ക് കഴുത്തിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ഫേസിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കടലപ്പൊടിയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കടലപ്പൊടി ഇല്ല എന്നാണെങ്കിൽ മാത്രം അരിപ്പൊടി അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ട് നമുക്ക് ഫേസിൽ എല്ലായിടത്തും കണ്ണിൻ്റെ പോർഷൻ ഒഴിവാക്കിയിട്ട് ഒരു തിക്ക് ലെയറായിട്ട് തന്നെ നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കഴുത്തിൽ എങ്ങനെ തേക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ കഴുത്തിൽ അങ്ങനെ ഡാർക്ക്നെസ് ഇല്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴുത്തിലിടുമ്പോൾ എല്ലാവരും പറയും ഡാർക്ക്, അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരാളിൽ ചെയ്ത് കാണിക്കേണ്ടതെന്ന് എല്ലാവരും പറയും. എനിക്കിപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കഴുത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നമ്മൾ തേക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആവി പിടിച്ചു കൊടുത്തിട്ട് പാക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവി പിടിച്ചു കൊടുക്കും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും. അപ്പോൾ കഴുത്തിലൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവരുണ്ടാവുമായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ആവി പിടിച്ചു കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ, ആവി അല്ലെങ്കിൽ സ്ക്രബ് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നന്നായിട്ട് തന്നെ ഫേസിൽ തേച്ച് കൊടുക്കാം.
അപ്പം ഞാനിത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി നെക്കിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നെക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഡാർക്ക്നെസ് ഉള്ളെങ്കിൽ അവിടെ മാത്രം തേച്ച് കൊടുത്താൽ മതി. പിന്നെ കഴുത്തിൽ ബാക്ക് വശത്തൊക്കെ അത്യാവശ്യം ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എവിടെയൊക്കെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ നന്നായിട്ട് തന്നെ നമ്മൾ തേച്ച് കൊടുക്കണം. ഞാൻ ഈ സ്ക്രബ് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിന് മാത്രമല്ല, ഈ നെക്കിലൊക്കെ ആകുമ്പോൾ കുറച്ച് സ്കിന്നൊക്കെ ഹാർഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആവി പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ചെറിയ രീതിയിലുള്ള ഡാർക്ക്നെസ് ആണ്, പിന്നെ കരിവാളിപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ഇത് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. വലിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ യൂസിൽ എന്തായാലും അത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്യാവശ്യം ഒരു 2-3 തവണയെങ്കിലും നമ്മളിത് ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എവിടെയൊക്കെയാണോ ഡാർക്ക്നെസ് ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കഴുത്തിലെ കറുപ്പ് നിറം മാറാൻ വേണ്ടി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നാച്ചുറൽ നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല, പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വലിയ രീതിയിൽ കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് പോകണമെന്നാണെങ്കിൽ ആ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഏറ്റവും നല്ലതാണ്. ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പോവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 യൂസ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു 2 യൂസിലൊക്കെ നിങ്ങൾക്ക് പോകണമെന്നാണെങ്കിൽ നമ്മുടെ മറ്റൊരു പാക്ക് ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട്, അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, കഴുത്തിലൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെയാണോ ഡാർക്ക്നെസ് കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലെയർ നല്ല തിക്കായിട്ട് തന്നെ ഞാൻ ഫേസിലും നെക്കിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൈമുട്ടിലൊക്കെ കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി പാക്ക് ഒന്ന് ഡ്രൈ ആവട്ടെ. ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് നേരം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പാക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 15 മിനിറ്റ് നേരമാണ് വെച്ചിട്ടുള്ളത്. കടലപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വേഗം തന്നെ ഇത് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാക്ക് ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് നനച്ചൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ. കുതിർത്തെടുത്തിട്ട് നമ്മൾ ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. നമ്മളെല്ലാ പാക്കും അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും പിന്നെ നാരങ്ങയും എടുത്തിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞതും പിന്നെ നമ്മൾ നീരെടുത്തില്ല, അതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ തക്കാളി ഉപയോഗിച്ചിട്ട് ഫേസ് മസാജ് ചെയ്യാം, പിന്നെ നമുക്ക് നാരങ്ങ ഉപയോഗിച്ചിട്ട് നെക്ക് മൊത്തത്തിൽ മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ തക്കാളി തന്നെ ഉപയോഗിച്ച് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും എടുത്തതിൻ്റെ ബാക്കിയുണ്ട്, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൈ ഉപയോഗിച്ച് മസാജ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയ രീതിയിൽ ഫേസ് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫേസ് മസാജ് കഴിഞ്ഞു അടുത്ത നമുക്ക് നെക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ, അപ്പോൾ നാരങ്ങയുടെ ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ഫേസിലേക്ക് അങ്ങനെ മസാജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഫേസിലേക്ക് മസാജ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് നെക്ക് നന്നായിട്ട് തന്നെ നാരങ്ങ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ നെക്കിൽ ബാക്കിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും ചിലവർക്ക് ഡാർക്ക്നെസ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകുന്നതിന് മുമ്പായിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫേസും നെക്കും എല്ലാം തുടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരുവിധം പാക്ക് ഞാൻ മൊത്തമായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകാം കേട്ടോ. കഴുകുമ്പോൾ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം മഞ്ഞൾ തൈരൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഓയിലി ഫീലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നാച്ചുറൽ ഫേസ് വാഷ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ കഴുകുന്നവർക്ക് അങ്ങനെ കഴുകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിച്ചാണോ കഴുകുന്നത് അത് ഉപയോഗിച്ചിട്ട് കഴുകുക. അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഫേസും നെക്കൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കഴുകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴുകി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊക്കെ വരുന്ന ഒരു ഗ്ലോ നമുക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ബ്ലീച്ചാണ് നമ്മളിപ്പോൾ സാധാരണ വേറെ ബ്ലീച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് ഈ നാച്ചുറൽ ബ്ലീച്ച് ഇടുമ്പോഴും നമുക്ക് ആ ഒരു സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ എടുത്തു പറയുന്നത് നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്കിലൊക്കെ ആ ഒരു വ്യത്യാസം നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് കുറച്ച് വെയിലാണ് കേട്ടോ, അത് ആ തിളക്കമല്ല. പക്ഷേ എങ്കിലും നമ്മുടെ ആ നെക്കിലൊക്കെ നമ്മൾ ഈ പാക്ക് ഇട്ട ആ പോർഷനിൽ നമുക്ക് ആ ഒരു വ്യത്യാസം എടുത്ത് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ വലിയ രീതിയിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പോകുന്നത് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ ഒരു 2-3 തവണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പം എൻ്റെ കഴുത്തിൽ അങ്ങനെ ഡാർക്ക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫേസ് പാക്ക് നമ്മൾ ഇവിടം വരെയല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നല്ലൊരു തിളക്കം വന്നൊരു ഫീൽ എനിക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് അത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നെക്കിൽ നിങ്ങൾ ബോഡി ലോഷൻ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബോഡി ലോഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് പിന്നെ മോയ്സ്ചറൈസർ തന്നെ എൻ്റെ കഴുത്തിലും ഇട്ട് കൊടുക്കുകയാണ്. മോയ്സ്ചറൈസർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ഇടണമെങ്കിൽ മോയ്സ്ചറൈസർ തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ ബോഡി ലോഷൻ ഇടുന്നവർ ബോഡി ലോഷൻ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പാക്ക് ഇട്ടതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും നമ്മുടെ നെക്കിലും പിന്നെ നമ്മുടെ ഫേസിലും എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൈമുട്ടിലൊക്കെ കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ കൈമുട്ടിലൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് അത്യാവശ്യം കൈമുട്ടിൽ കറുപ്പ് നിറം ഉണ്ട്, പക്ഷേ എൻ്റെ ഡ്രസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൈമുട്ടൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് കക്ഷത്തിൽ കറുപ്പ് നിറം ഉണ്ട്, അവിടെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്ക്രബ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആവി പിടിച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ബ്ലീച്ച് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആഴ്ചയിൽ ഒരു തവണ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ
കഴുത്തിലൊക്കെ ഡാർക്ക്നെസ് പോകാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണ വെച്ചെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ബ്ലീച്ചൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഗോൾഡ് ബ്ലീച്ച് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.